പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ വീണ്ടും യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയും മേഖലയിലെ നിർണായക ശക്തിയായ ഇറാനും തമ്മിലുള്ള ശീതയുദ്ധം ഒരു തുറന്ന പോരിലേക്ക് നീങ്ങുമോ എന്ന ഭീതിയിലാണ് അന്താരാഷ്ട്ര സമൂഹം. അമേരിക്കൻ പടക്കപ്പലുകൾ പേർഷ്യൻ ഗൾഫിലും സമീപ പ്രദേശങ്ങളിലും നിലയുറപ്പിക്കുമ്പോഴും തങ്ങളുടെ ആണവ നയങ്ങളിലും പ്രാദേശിക താൽപര്യങ്ങളിലും അണുവിട വിട്ടുവീഴ്ചയില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ ഭരണകൂടം. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകളും ഇന്ത്യൻ എംബസിയുടെ ജാഗ്രതാ നിർദ്ദേശങ്ങളും വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇറാനെതിരായ സൈനിക നടപടിയെ ചൊല്ലി അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിൽ ഭിന്നതയുണ്ടെന്ന വാർത്തകളാണ് ഈ സംഘർഷത്തിന്റെ ഏറ്റവും പുതിയ അധ്യായം. US ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ ഇറാനെതിരായ യുദ്ധനീക്കങ്ങളെ എതിർക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത്തരം വാർത്തകളെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് വ്യക്തമാക്കിയത് ഭരണകൂടത്തിൽ യാതൊരു അസ്വാരസ്യങ്ങളും ഇല്ല എന്നാണ്. ജനറൽ കെയ്ൻ തന്റെ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കുന്ന വ്യക്തിയാണെന്നും സൈന്യത്തെ നയിക്കുന്ന അദ്ദേഹം പൂർണ്ണ സജ്ജനാണെന്നും ട്രംപ് അവകാശപ്പെടുന്നു. സൈനിക മേധാവികൾക്ക് യുദ്ധത്തോടുള്ള വിമുഖതയല്ല, മറിച്ച് നിലവിൽ അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുന്ന മറ്റ് സൈനിക സഹായങ്ങൾ കാരണം ആയുധ ശേഖരത്തിലുണ്ടായ കുറവാണ് ആശങ്കയ്ക്ക് കാരണമെന്ന് ചില പെറ്റഗൺ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. എങ്കിലും ഒരു സൈനിക നടപടി ആവശ്യമായി വന്നാൽ അത് അതിവേഗം വിജയിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്നാണ് ട്രംപിന്റെ പക്ഷം. അമേരിക്കയുടെ ഉപരോധങ്ങൾക്കും സൈനിക ഭീഷണികൾക്കും മുന്നിൽ ഇറാൻ വഴങ്ങാത്തത് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടാതെ പിന്നോട്ടില്ലെന്ന് ഇറാൻ ആവർത്തിക്കുന്നു. അമേരിക്കയുടെ പടക്കപ്പലുകൾ ചുറ്റും വളയുമ്പോഴും അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യയും പ്രാദേശിക സഖ്യശക്തികളുടെ പിന്തുണയും തങ്ങൾക്കുണ്ടെന്ന് ഇറാൻ വിശ്വസിക്കുന്നു. നയതന്ത്ര ചർച്ചകൾക്ക് തങ്ങൾ എപ്പോഴും തയ്യാറാണെന്ന് ഇറാൻ പറയുമ്പോഴും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഏതൊരു ചെറിയ പ്രകോപനവും വലിയ യുദ്ധത്തിന് വഴിമരുന്നിടുമെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട്. പ്രതിരോധിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നും വിദേശ ശക്തികൾ മേഖലയിൽ ഇടപെടുന്നത് സ്ഥിതിഗതികൾ വഷളാക്കുകയുള്ളൂ എന്നുമാണ് ടെഹ്റാന്റെ നിലപാട്. US ഇറാൻ സംഘർഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവമുള്ള ഒന്നാണ്. ഇറാനുമായി ചരിത്രപരവും സാമ്പത്തികവുമായ ബന്ധം ഇന്ത്യക്കുണ്ട്. ചെബഹർ തുറമുഖം പോലുള്ള വലിയ പദ്ധതികൾ ഇന്ത്യ അവിടെ നടപ്പിലാക്കുന്നുണ്ട്. എന്നാൽ യുദ്ധസാധ്യത കണക്കിലെടുത്ത് പൗരന്മാരുടെ സുരക്ഷയ്ക്കാണ് ഇന്ത്യ മുൻഗണന നൽകുന്നത്. ഇറാനിലെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ വിലയിരുത്തി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി പുറപ്പെടുവിച്ച ജാഗ്രതാ നിർദ്ദേശം ശ്രദ്ധേയമാണ്. ജനുവരിയിൽ നൽകിയ നിർദ്ദേശത്തിന്റെ തുടർച്ചയായി ഇറാനിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരും ലഭ്യമായ ഗതാഗത സൗകര്യങ്ങൾ ഉപയോഗിച്ച് എത്രയും വേഗം രാജ്യം വിടണമെന്നും എംബസി ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികൾ, വ്യാപാരികൾ, വിനോദസഞ്ചാരികൾ എന്നിവരോട് ജാഗ്രത പാലിക്കാനും പ്രതിഷേധ സ്ഥലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും നിർദ്ദേശമുണ്ട്. ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എംബസി 24 മണിക്കൂറും സജ്ജമാണെന്നും യാത്രാരേഖകൾ കൃത്യമായി സൂക്ഷിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പശ്ചിമേഷ്യയിൽ അമേരിക്ക തങ്ങളുടെ സൈനിക ശേഷി വൻതോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അത്യാധുനിക യുദ്ധക്കപ്പലുകൾ, വിമാനവാഹിനികൾ, F-35 പോലുള്ള യുദ്ധവിമാനങ്ങൾ എന്നിവ ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെയും ആണവ നിലയങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള നീക്കമാണിതെന്ന് നിരീക്ഷിക്കപ്പെടുന്നു. ഇതിന് മറുപടിയായി ഇറാൻ തങ്ങളുടെ ഡ്രോൺ സാങ്കേതിക വിദ്യയും ഭൂഗർഭ മിസൈൽ താവളങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. സൈനിക നടപടി ഉണ്ടായാൽ അത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിരിക്കില്ല, മറിച്ച് അത് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ലോകത്തിലെ എണ്ണ വ്യാപാരത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. ലോകത്തിലെ 20%-ലധികം എണ്ണ കടന്നു പോകുന്ന ഈ പാത തടസ്സപ്പെട്ടാൽ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയും സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ലോകം നീങ്ങുകയും ചെയ്യും. യുദ്ധഭീഷണി നിലനിൽക്കുമ്പോഴും വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന ആണവ ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ലോകശക്തികൾ ഈ ചർച്ചയിലൂടെ ഒരു ഒത്തുതീർപ്പിലെത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെക്കുന്ന കർശനമായ നിബന്ധനകൾ ഇറാൻ അംഗീകരിക്കുമോ എന്നതാണ് സംശയം. മറുവശത്ത് അമേരിക്കൻ എംബസി ജീവനക്കാരെ ലെബനനിൽ നിന്ന് ഒഴിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നത് സംഘർഷം ഇറാനിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നാണ്. ഇസ്രയേൽ ലെബനൻ അതിർത്തിയിലും സംഘർഷം വ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം നീക്കങ്ങൾ സമാധാന ചർച്ചകളെ ദുർബലപ്പെടുത്തുന്നു. ഈ സംഘർഷം കേവലം അമേരിക്കയും ഇറാനും തമ്മിലുള്ളതല്ല. ചൈനയും റഷ്യയും ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകൾ നിർണായകമാണ്. ഇറാന് റഷ്യ നൽകുന്ന പിന്തുണയും ചൈനയുമായുള്ള ഇറാന്റെ സാമ്പത്തിക കരാറുകളും അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്നുമുണ്ട്. അമേരിക്കയുടെ ഏകപക്ഷീയമായ നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളും രഹസ്യമായി കരുതുന്നുണ്ടെങ്കിലും പരസ്യമായി US സഖ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ വടംവലി ലോകത്തെ ഒരു വിനാശകരമായ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ഉറച്ച നിലപാടുകളും ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങളും ഏറ്റുമുട്ടുമ്പോൾ സമാധാനപരമായ പരിഹാരം അനിവാര്യമാണ്. സൈനിക നടപടികൾ ഒരിക്കലും പ്രശ്നപരിഹാരമല്ലെന്നും അത് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം ദുസ്സഹമാക്കുമെന്നും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരെ സുരക്ഷിതമായി നാട്ടിൽ എത്തിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ നയതന്ത്രപരമായ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ ചർച്ചകളും സൈനിക നീക്കങ്ങളും പശ്ചിമേഷ്യയുടെ മാത്രമല്ല, ലോകത്തിന്റെ തന്നെ ഭാവി നിർണ്ണയിക്കുന്നവരായിരിക്കും. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ പരോക്ഷമായും നേരിട്ടും ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന രാജ്യമാണ് ഇസ്രയേൽ. ഇറാന്റെ ആണവ പദ്ധതികളെ തങ്ങളുടെ
നിലനിൽപ്പിന് തന്നെ ഭീഷണിയായാണ് ഇസ്രായേൽ കാണുന്നത്. അതിനാൽ ഇറാനെതിരായ അമേരിക്കയുടെ ഏത് സൈനിക നീക്കത്തെയും ഇസ്രായേൽ ശക്തമായി പിന്തുണയ്ക്കുന്നു. മേഖലയിൽ ഇറാന്റെ സ്വാധീനം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വൈറ്റ് ഹൌസിൽ സമ്മർദ്ദം ചെലുത്തുന്നതിൽ ഇസ്രായേൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇറാൻ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ള, ഹമാസ് തുടങ്ങിയ സംഘടനകൾ ഇസ്രായേലിന്റെ അതിർത്തികളിൽ നിരന്തരം വെല്ലുവിളി ഉയർത്തുന്നതിനാൽ ഇറാന്റെ സൈനിക ശേഷി തകർക്കുന്നത് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് അനിവാര്യമാണ്. US പടക്കപ്പലുകൾ ഗൾഫിൽ നിലയുറപ്പിക്കുമ്പോൾ ഇസ്രായേൽ തങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് വഴി ഇറാന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും ആ വിവരങ്ങൾ അമേരിക്കയുമായി പങ്കുവെക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ലെബനിലെ US എംബസി ഉദ്യോഗസ്ഥരെ ഒഴിപ്പിക്കാനുള്ള തീരുമാനം ഇസ്രായേൽ അതിർത്തിയിലെ സംഘർഷ സാധ്യതയുമായി കൂടി ബന്ധപ്പെട്ടതാണ്. ഇറാനുമായി ഒരു യുദ്ധമുണ്ടായാൽ ഇസ്രായേൽ സൈന്യം നേരിട്ട് US സഖ്യത്തിന്റെ ഭാഗമാകാനോ അല്ലെങ്കിൽ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെ ആക്രമിക്കാനോ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ, ഈ പോരാട്ടത്തിൽ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സൈനിക തന്ത്രപരമായ പങ്കാളിയായി ഇസ്രായേൽ നിലകൊള്ളുന്നു.